ഇന്ത്യൻ LPG ടാങ്കർ ജഗ്വസന്ത് 23 ദിവസം ഹോർമൂസിൽ കുരുങ്ങിയ ശേഷം 47,600 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യയിലെത്തി. ഗുജറാത്തിലെ കണ്ട്ല തുറമുഖത്താണ് എത്തിയത്. പെട്രോളിന്റെയും ഡീസലിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിന് 10 രൂപയും ഡീസലിന് 3 രൂപയുമാണ് കുറച്ചത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ലോക്ക്ഡൌൺ ആലോചിക്കുന്നില്ല എന്ന് കേന്ദ്ര ഗവൺമെന്റ് ആവർത്തിച്ച് വ്യക്തമാക്കി. മോഹൻലാലിന് അനുകൂലമായി ഡൽഹി ഹൈക്കോടതി വിധി. 30ഓളം ലിങ്കുകൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് മെറ്റയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ചെറ്റത്തര പ്രയോഗം ആവർത്തിച്ച് മുഖ്യമന്ത്രി. ശുദ്ധ അസംബന്ധം പറയാൻ ഒരു മടിയുമില്ലാത്ത ആളാണ് VD സതീശനെന്ന് മുഖ്യമന്ത്രി തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ചില്ലറ വോട്ടിനും 4 സീറ്റിനും വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കുന്ന പതിവ് തങ്ങൾക്കില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പച്ചക്കള്ളം പറയുന്നു എന്ന് VD സതീശൻ. ആദ്യം പുസ്തക പ്രകാശനം നിർവഹിച്ചത് VS അച്യുതാനന്ദനാണ്. പിണറായിക്ക് കുനിയാതെ വിളക്ക് കൊളുത്താനാകുമോ എന്നും VD സതീശൻ ചോദിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയം കോൺഗ്രസ് BJP ബന്ധം കാരണമാണെന്ന് CPM പൊളിറ്റ് ബ്യൂറോ മെമ്പർ വൃന്ദ കാരാട്ട് കാട്ടാക്കടയിൽ പ്രചരണ യോഗത്തിൽ പറഞ്ഞു. 25 വാർഡുകൾ കോൺഗ്രസ് BJPക്ക് നൽകിയെന്നും അവർ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ അനുയായിയും പാലക്കാട് നഗരസഭാ കൗൺസിലറുമായ പ്രശോഭ് C. വത്സൻ പീഡിപ്പിച്ചതായി പുതിയ പരാതി ലഭിച്ചു. ഗർഭിണിയായ യുവതിയുടെ ഗർഭസ്ഥ ശിശുവിനെ ഇല്ലാതാക്കാനുള്ള മരുന്ന് നൽകാമെന്ന് പ്രശോഭ് പറഞ്ഞതായും യുവതി പരാതിയിൽ പറയുന്നു. ഷാർജയിൽ മലയാളി യുവാവ് കുത്തേറ്റ് മരണപ്പെട്ടു. കോഴിക്കോട് താമരശ്ശേരി ചാലക്കര സ്വദേശി നിഷാദാണ് മരിച്ചത്. ജോലിസ്ഥലത്തുള്ള തർക്കത്തിൽ ഷമീറാണ് കുത്തിയത്. ഷാർജ പോലീസ് മലയാളിയായ ഷമീറിനെ അറസ്റ്റ് ചെയ്തു. പ്രശസ്ത സോപാന സംഗീതജ്ഞൻ ഞെരളത്ത് ഹരിഗോവിന്ദൻ പാണക്കാടെത്തി മുസ്ലിം ലീഗിൽ അംഗത്വമെടുത്തു. സംഘപരിവാറുമായി ബന്ധപ്പെട്ട് ഒരു കാലത്ത് പ്രവർത്തിച്ചിരുന്നുവെന്നും അതിന്റെ പ്രായശ്ചിത്തമാണെന്നും ഹരിഗോവിന്ദൻ പറഞ്ഞു. UDF ജമാഅത്തെ ഇസ്ലാമി ബന്ധമെന്ന ആരോപണമുന്നയിച്ച് പൊളിറ്റ് ബ്യൂറോ മെമ്പർ A. വിജയരാഘവൻ. മുസ്ലിം ലീഗിൽ നിന്ന് KM ഷാജി മത്സരിക്കുന്നത് ഈ ഡീലിലാണെന്നും വിജയരാഘവൻ പറഞ്ഞു.